ആൾട്ട് ടാബ്. ആൾട്ട് ടാബ് ഇതാണ് ആൾട്ട്, ഇതാണ് ടാബ്. തിരിച്ചാൽ പറയുമ്പോൾ ആൾട്ട് ടാബ് അടിക്കും. അപ്പൊ വിൻഡോസ് ഡോക്ക് ഡി അടിച്ചാൽ ഡെസ്ക്ടോപ്പിലേക്ക് വരാം. ആൾട്ട് ടാബ് അടിച്ചാൽ തിരിച്ച് ആ ഫയലിലേക്ക് പോകും. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്, ആൾട്ട് F4. ആൾട്ട് F4 ആണ് ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട്. എനിക്ക് ഇപ്പൊ ഞാൻ ആൾട്ട് F4 അടിച്ചതേ, ആൾട്ട് F4 അടിച്ച് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ആൾട്ട് ടാബ് അടിച്ചാൽ ഒരിക്കലും എനിക്ക് എന്തില്ല, വേർഡിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ആൾട്ട് ടാബ് അടിച്ചാൽ വേർഡിലേക്ക് പോകാൻ കഴിയില്ല, ക്ലോസ് ആയി. വേർഡ് മിനിമൈസ് ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ പറ്റുള്ളൂ. ആൾട്ട് ടാബ് അടിച്ചാൽ തിരിച്ച് വേർഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. കത്തിയാവും. ഇനി പറയണം, ഇനി മൈ കമ്പ്യൂട്ടർ അല്ലേ, മൈ കമ്പ്യൂട്ടർ എന്താ, ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ഡിസ്കോ പെൻഡ്രൈവ് എന്തെങ്കിലും ഇട്ട് കയറ്റുന്ന കാര്യങ്ങളല്ലേ, അത് സ്റ്റോർ ചെയ്യിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് മൈ കമ്പ്യൂട്ടർ. മൈ കമ്പ്യൂട്ടർ ഉണ്ടോ, ലോക്കൽ ഡിസ്ക് സി, ലോക്കൽ ഡിസ്ക് സി, ലോക്കൽ ഡിസ്ക് ടി, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ ഹാർഡ് ഡിസ്കിനെ പാർട്ട് ചെയ്താണ്, ഹാർഡ് ഡിസ്കിനെ പാർട്ട് ചെയ്തു അല്ലേ. ഇനി മൈ കമ്പ്യൂട്ടർ എടുക്കാൻ കീബോർഡ് എങ്ങനെ എടുക്കാം, വിൻഡോസ് ലോഗ് ഇ അടിക്കും. വിൻഡോസ് ലോഗ് ഇ അടിക്കുമ്പോൾ എന്ത് ചെയ്യാം, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യും. പറ്റിയാ, മനസ്സിലായോ? വിൻഡോസ് ലോഗ് ഇ ആണ് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട്. ഓക്കെ, ഈ ഫോൾഡറിനൊപ്പം ഞാൻ FRK പേര് എഴുതിയില്ല, FRK പേര് എഴുതിയില്ല. ഇത് പേര് മാറ്റം വിചാരിച്ചു. പേര് മാറ്റാൻ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. ഓക്കെ, ഇവിടെ FRK ആയിട്ട് ക്ലിക്ക് എന്ത് ചെയ്യുക, സുരേന്ദ്രൻ എന്നാക്കും. ഓക്കെ, ഓക്കെ അല്ലേ. ഞാൻ അത് റീനെയിം ചെയ്യണ ഷോർട്ട് ചെയ്യണത്, ഞാൻ ഇപ്പോൾ ഇവിടെ റൈറ്റ് കണ്ട റീനെയിം ചെയ്ത്, റീനെയിം ചെയ്യണ ഷോർട്ട് ചെയ്യണത് F2, കീബോർഡ് F2, ഇതാണ് F2 ഫംഗ്ഷൻ കീ. F2 അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് റീനെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനുമായിട്ട് സുരഭി എന്നാണ് എന്ത് ചെയ്യാം, സുരഭി നോക്കാം. ഓക്കെ, മനസ്സിലായോ? ഇനി പറയണം, ഇനി കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാൻ ഷോർട്ട് എന്താ, റിഫ്രഷ് ചെയ്യാൻ ഷോർട്ട് ചെയ്യാൻ F5. കീബോർഡ് F5 അടിച്ച് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാം. ആദ്യം തന്നെ എന്ത് ചെയ്യാം, അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിഫ്രഷ് കൊടുക്കുക ഒറ്റ പ്രാവശ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, കീബോർഡ് F5 വെച്ച് F5 അടിക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. മതിയാ, തരുമ്പോഴേ. താങ്ക് യു.